അപ്പോളേ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടാണ് വ്ളോഗ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിനുള്ളിൽ ചെക്കന്മാർ കയറിക്കണേ. നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ വന്നതാണ്. അപ്പോൾ ചെറുക്കന്മാർക്ക് വണ്ടിനുള്ളിൽ കയറന്നെ വേണം, വീഡിയോ എടുക്കണമെങ്കിൽ തന്നെ കാരണം ഓർക്ക് AC വേണം പറ, അങ്ങനെ ഇട്ട് കൊടുത്താണ്. അങ്ങനെയാണ് വ്ളോഗ് എടുക്കാൻ അയക്കുള്ളത്. അപ്പോൾ ലേറ്റ് പോകുന്നതിന് നമ്മൾ പെട്ടെന്ന് വ്ളോഗ് എടുക്കണം. അറിയിക്കാണി എന്തത് എന്താ നിങ്ങളെ പരിപാടി? ചില്ല് വന്നിട്ടാണ് AC ചെറുക്കന്മാരോട് എവിടെ അജാണ് ഇതിന്റെ ആള് വരും. ഓന് AC വേണോ എന്തൊക്കെയോ വേണ്ടിയേ, അവന് വേണ്ടാത്തല്ല. വരി നമ്മുടെ ചെക്കന്മാരുടെ പേര് പറഞ്ഞ ഷാരോൺ. എവിടെ വീട്? ഇവിടെ തന്നെ. നമ്മളെ വീഡിയോ എടുക്കാൻ വരുന്ന സ്പോട്ടിന്റെ അപ്പുറത്തന്നെ അവന്റെ പേരാ. ഓ എന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോ ഉണ്ടാവലുണ്ട്. ഇജ്ജ് പറ. ഷാബില്. ഇജ്ജ് ഇവിടെ തന്നെ അല്ലേ? എന്റെ നവീൻ. അപ്പൊ എന്നാലേ ഞാൻ വീഡിയോ എടുത്ത് അയച്ചോട്ടെ ലേറ്റ് പോലേക്ക്. ഓക്കെ, നിങ്ങൾക്ക് വണ്ടിയാണോ? ഇല്ല അതിൽ കയറിക്കോളി, അതിൽ കയറ്റി കൊടുക്കാം. ആയിക്കോട്ടെ. ഓർക്ക് AC ഇട്ടെടുത്താൽ അല്ല AC അല്ല, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നോയ്സ് ഇങ്ങനെ കേൾക്കും. അതുകൊണ്ട് നമ്മൾ ഒരപ്പുറത്തെ വണ്ടിക്ക് ഇടുകയാണ്. ഞാൻ അപ്പുറത്തേക്ക് നോക്കിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വ്ളോഗിൽ കൊടുക്കുന്ന വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2015 ഇന്റർകൂളർ V ഓപ്ഷൻ വണ്ടി. എലിഫന്റ് ഗ്രേ ആണ്, റയർ കളറാണ്. 15 വീല് മാത്രം വരുന്ന കളറാണ് എലിഫന്റ് ഗ്രേ. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. അതുപോലെ 1,60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസുള്ള വണ്ടിയാണ്. നാട്ടിൽ വന്നിട്ട് ടൈമിംഗ് ചെയ്യുന്ന ഷോറൂം പോയി മാറിയ വണ്ടി കൂടിയാണ്. ഓക്കെ, പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അതുപോലെ സ്കേട്ടിങ് ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റൻ സ്കേട്ടിങ് ബാക്കിലും ചെയ്തിട്ടുണ്ട്. ഫുൾ വർക്ക് കഴിഞ്ഞ വണ്ടിയാണ്. പെയിൻറ്റിങ് ചെറുതായിട്ട് നമ്മൾ കമ്പനിയിൽ നിന്ന് വന്ന കളറിൽ തന്നെ അവിടെ ഇവിടെ ടച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ മൊത്തത്തിൽ നമ്മൾ പെയിൻറ്റ് അടിക്കും. മൊത്തത്തിൽ പറഞ്ഞാൽ ഫുൾ പെയിൻറ്റ് കയറിയൊക്കെയല്ല, ജസ്റ്റ് ഒന്ന് വീസി ആണ്ട് പോളിഷ് ചെയ്തിറക്കും. അങ്ങനെയാണ് ഇപ്പോൾ വണ്ടി കണ്ടീഷനിലുള്ളത്. സ്റ്റോക്ക് കണ്ടീഷനിൽ ജസ്റ്റ് ഒന്ന് സ്കേട്ടിങ് മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ. 15 വീല് ഡയമണ്ട് കട്ട് അലൈൻ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വണ്ടീൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ, നമുക്ക് ഇൻറ്റീരിയർ നോക്കാം. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഡാർക്ക് തീമിൽ വരുന്നതാണ്. സീറ്റ് കവർ ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു ഗ്രേ വിത്ത് ഡാർക്കാണ്. എലിഫന്റ് ഗ്രേ പോലെ തന്നെ ഒരു ഗ്രേ വിത്ത് ഡാർക്ക് ഇൻറ്റീരിയറാണ് മൊത്തത്തിൽ വരുന്നത്. കമ്പനി സ്റ്റീരിയോ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് ആണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളുള്ള സ്റ്റിയറിംഗ് കാര്യങ്ങൾ. ഡോർ പാഡ് ആണെങ്കിലും ഒക്കെ ഒരു ഡാർക്ക് ഒരു ബ്ലാക്ക് വിത്ത് ഗ്രേ ആണ്. ആ ഒരു ഡാർക്ക് തീമിലാണ് വണ്ടി മൊത്തത്തിൽ ഇന്റീരിയർ വന്നിട്ടുള്ളത്. ഫ്ലോർ മാറ്റ് കാര്യങ്ങൾ വെച്ചിട്ടില്ല, വിരിക്കാം. അതുപോലെ 8 വണ്ടി കൂടെ കേട്ടോ. 8 സീറ്റ് വണ്ടിയാണ്. അത്യാവശ്യം ഫാമിലിക്കൊക്കെ പറ്റിയ നല്ല വണ്ടി. അപ്പം ഇന്ന് നമ്മൾ 15 G4 8 സീറ്റ് വണ്ടി കൊടുത്ത് ഒരു 15 വീക്ക് വന്നാൽ ശരിക്കും വൈറ്റ് പറ്റിയപ്പോൾ ഒരു വൈറ്റ് ആണ് എടുത്താണ്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റോക്കുള്ള വണ്ടിയാണ്. ഇനിയിപ്പോൾ ഈ ആടിൽ ആകെ 2 വണ്ടിയും കൂടെ സ്റ്റോക്കുള്ളൂ. ഓഫറിൻ്റെ പറയാൻ പറ്റും നമുക്ക് 8 വണ്ടിയാണ് സെയിലായത്. ക്രിസ്റ്റ പോയി, ഫോർച്യൂണർ പോയി, ഇന്നോവ 15 പോയി, സ്വിഫ്റ്റ് പോയി. അങ്ങനെ ആട് മൊത്തം കാലം വർക്ക് കഴിഞ്ഞ വണ്ടികൾ ഇന്നോവ ഇത് കണ്ടുള്ളൂ. ഇനി പിന്നെ ഒരു G4 13. അങ്ങനെ 3 വണ്ടി നമുക്ക് സ്റ്റോക്കുള്ളൂ. ഇനി വരാണ്ട് 12 V വരാണ്ട്, അതുപോലെ 13 G4 12 G4 കുറേ വണ്ടികൾ വരാണ്ട്. പക്ഷേ ആ വണ്ടികളൊക്കെ വരും. നിങ്ങൾ പേജും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം. അപ്പം ആദ്യം നമുക്ക് വീലും കാര്യങ്ങൾ നോക്കില്ലേ. അത്യാവശ്യം 50% 60% ടയറും കാര്യങ്ങളുള്ളൊരു വീലാണ്. അലോയ് വീല് ഡയമണ്ട് കട്ട് അലോയ് വീലും കാര്യങ്ങളാണ്. സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളുണ്ട്. സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ വർക്ക് കഴിഞ്ഞ വണ്ടിയാണ്. അപ്പോൾ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ബാക്ക് ടയർ ആണെങ്കിലും കുറച്ച് കുറവാണ്. നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അത് പോരാ, നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, പിന്നെ ബാക്കിൽ വരുമ്പോൾ നമുക്ക് ക്രിസ്റ്റൻ്റെ സ്കേട്ടിങ് വരുന്നുണ്ട്. അതുപോലെ സ്പോയിലർ വരുന്നുണ്ട്. V ആകുമ്പോൾ 2.5 V, അതുപോലെ ഡിക്കി ക്രോമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. HR രജിസ്ട്രേഷനിലാണ് വണ്ടിയുള്ളത്. കാലിൽ നമ്പറാക്കി കൊടുക്കുക. ഓക്കെ, NOC ഒക്കെ പെട്ടെന്ന് എടുത്ത് കൊടുക്കാം. പിന്നെ സൈഡ് ബാക്കിലാകുമ്പോൾ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. ഡെൻഡിങ് വർക്കോ പാച്ച് വർക്കോ ഒന്നും ചെയ്യാനില്ല. ക്രിസ്റ്റൻ സ്കേട്ടിങ് ഇന്നോവ എഴുതിയിട്ട് ഇത് നമ്മൾ മറ്റീനെ പോലെ ആരോ മാർക്കല്ല, ഇന്നോവ എന്നിങ്ങനെ പോകും. ഓക്കെ, നമുക്ക് ഈ സൈഡ് നോക്കാം. വാ, ഇനി ഈ സൈഡ് നോക്കുമ്പോൾ നമുക്ക് സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളുണ്ട്. ഓക്കെ, ടയർ ഭാഗമാണെങ്കിലും ഈ ബാക്കത്തെ 2 ടയർ എന്തായാലും മാറി കൊടുക്കണം. അത് മാറ്റി കൊടുക്കട്ടോ, പ്രശ്നമൊന്നുമില്ല. ഇന്റർകൂളർ എഞ്ചിൻ ഒറ്റ വണ്ടി നമ്മൾ സ്റ്റോക്കുള്ളൂ, ഒറ്റ വണ്ടി. അപ്പോൾ താല്പര്യം വിളിക്കാം. പ്രശ്നങ്ങളൊന്നും നല്ല സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നോക്ക് സ്കേർട്ടിങ് ആയിട്ടുമ്പോൾ വേറൊരു മാസ് ലുക്കാണ്. മാസിന് ഒരു ഗൗരവം കൂടിയ മാറിയ വണ്ടിക്ക് സ്കേർട്ടിങ് ആയിട്ടുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ അഭിപ്രായമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ഫ്രണ്ട് വണ്ടി മൊത്തത്തിൽ വൃത്തിയാണ്, ഒന്നും പറയാനുമില്ല. ഇന്റർകൂളറാണ്, V ആണ്, അത് 15 ലാസ്റ്റ് മോഡലാണ്. ഡയമണ്ട് കട്ട് അലോയ്വീലുണ്ട്. എല്ലാം കൊണ്ട് ഫിറ്റുള്ള വണ്ടിയാണ്. 8 സീറ്റാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലൊക്കെ വിളിക്കുക. 9 രൂപയാണ് നിങ്ങളെ പേരിൽ നമ്പറാക്കി NOC എടുത്ത് തരാൻ പറ്റുക. അത് നമുക്ക് ടയറും കാര്യങ്ങളും ബാക്കിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, നല്ല വൃത്തിയുള്ള ടയറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇപ്പം എന്താ പറയുള്ളത്, വണ്ടി താല്പര്യമില്ലോലെ ഇൻട്രസ്റ്റ് ഇല്ലോലെ വിളിക്കുക. ഇനി ഇതല്ല, ഇനിയിപ്പോൾ നമുക്ക് ഏതൊക്കെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 V സിംഗിൾ ഓണർ സിൽക്കി ഗോൾഡ് വന്നിട്ടുണ്ട്. ഇതൊരൊറ്റ കളറുണ്ട്, ഗ്രേ കളർ എലിഫന്റ് ഗ്രേ ഒറ്റ കളറുള്ള V ഓപ്ഷൻ വണ്ടി. അതുപോലെ 15 V സിൽക്കി ഗോൾഡ് സിംഗിൾ ഓണർ 90,000 ഓടി വണ്ടി വന്നിട്ടുണ്ട്. വർക്കിലുള്ളത് വിളിച്ചോളി, വർക്കിൽ നമുക്ക് വന്ന് വണ്ടി ഓടിച്ചോ ചെയ്യാം. പിന്നെ 12 V സിൽവർ ഗ്രേ കളർ വണ്ടി,
അത് സിംഗിൾ ഓണറാണ്. ഇപ്പോൾ KL71 എൻ്റെ പേരിൽ NOC ഇഷ്യൂ ആക്കിയിട്ടുണ്ട്. നമുക്ക് അവിടെ നമ്മൾ ഡയറക്റ്റ് പാർട്ടിൻ്റെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുന്നതുകൊണ്ട് നമുക്ക് പാർട്ടി ഇപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ പേരിൽ മാറാൻ കൊടുക്കുന്നത് ഓരോ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുപോലെ അവിടുത്തെ പാർട്ടിയിലെ ജെന്യൂൻ പാർട്ടി ആകുമ്പോൾ നമുക്ക് എന്താ അങ്ങനെ മാറി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളെ പേരിൽ NOC എടുത്തിട്ടുണ്ട്. എൻ്റെ പേരിൽ KL71 NOC എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ നമ്പർ ആക്കും. നിങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാമേ. പിന്നെ വെള്ളം 13 G4 ഗ്രേ കളർ ഉണ്ട്. അത് നമ്മൾ പെട്ടെന്ന് NOC എടുക്കണം. അവിടെ ഡയറക്റ്റ് പാർട്ടി കാര്യങ്ങളൊക്കെ. പാർട്ടി വണ്ടിയിൽ നമ്മൾ പാർട്ടി വണ്ടിയിൽ മെയിനായിട്ട് എടുക്കില്ല, ടാക്സ് നിർക്കില്ല, ഫുൾ പാർട്ടി വണ്ടിയാണ്. അതിൽ ചില പാർട്ടികൾ നിർത്താനാക്കും, ചില പാർട്ടികൾ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഓരോ ബുദ്ധിമുട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. പിന്നെ അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. പേജും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. മലപ്പുറം നിലമ്പൂർ ലൊക്കേഷൻ വരുന്നത്. ഓട്ടോബിന് എന്താവശ്യമില്ലെങ്കിൽ വിളിക്കുക, കോൺടാക്ട് ചെയ്യുക. നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി ഇതല്ല എൻ്റെ പേഴ്സണൽ നമ്പറാണെങ്കിൽ പേഴ്സണൽ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഡിസ്പ്ലേ. ഇപ്പോൾ കൊടുക്കുന്ന എൻ്റെ പേഴ്സണൽ നമ്പറാണ്. ആർക്ക് എന്തെങ്കിലും സംശയം വിളിക്കുക. അപ്പോൾ 9:30 ഫൈനൽ വിളിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ഇനിയും കാണാം.